എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ജോസ് തെറ്റേലിന് സീറ്റ് നൽകേണ്ട എന്ന് JDS തീരുമാനം. കോൺഗ്രസിൽ അന്തചിത്രത്തിന് ശമനമില്ല. ദേവികുളം സ്ഥാനാർത്ഥിയെ പാർട്ടി ഓഫീസിൽ കയറ്റിയില്ല. കൊല്ലത്തെ കൺവെൻഷൻ മാറ്റിവെച്ചു. തൃക്കാക്കരയിൽ PT തോമസിനെതിരെ ചുവരെഴുത്ത്. മദ്യനിരോധനം തള്ളി LDFന്റെ പ്രകടന പത്രിക. മദ്യവർജനം നയം. യുവതയെ ലക്ഷ്യം വെക്കുന്ന വികസന പദ്ധതി കൊണ്ടുവരും. ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ച് മലമ്പുഴയിൽ VSന്റെ പ്രചാരണത്തിന് തുടക്കം. പത്താൻകോട്ട് ഭീകരാക്രമണം ഇന്ത്യയുടെ നാടകമാണെന്ന് പാക് അന്വേഷണ സംഘം വിലയിരുത്തിയതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി ചിത്രീകരിക്കാൻ ഇന്ത്യ തന്നെ ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്തായെന്ന് ഇന്ത്യ. ചിലർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് NIA. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബിജു രമേശിന്റെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാമെന്ന് ഹൈക്കോടതി. പ്രധാന കെട്ടിടത്തിന് തകരാർ വരുത്താതെ കയ്യേറ്റം പൊളിക്കാം. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി പരിശോധനകൾ തുടരാം. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചു. തീരുമാനം കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും സ്ത്രീകളുടെ സമാധാനത്തിനും വേണ്ടിയെന്ന് നിതീഷ് കുമാർ. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുന്ന 4ാമത്തെ സംസ്ഥാനമായി ബീഹാർ. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥിയായ R രാജാറാമിനെ മൂന്നാറിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു വിഭാഗം പുറത്താക്കി. KPCC വൈസ് പ്രസിഡന്റ് AK മണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്നു രാവിലെയാണ് മൂന്നാർ INTUC ഓഫീസിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ദേവികുളം മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ സ്ഥാനാർത്ഥി R രാജാറാമിനെ AK മണി അനുകൂലികൾ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്താക്കി. KPCC വൈസ് പ്രസിഡന്റും INTUC നേതാവുമായ AK മണിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. AK മണി XMLAക്ക് UDF സ്ഥാനാർത്ഥിയായിട്ട് സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ AK മണി പറയുന്ന വ്യക്തിക്ക് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യും. എന്നാൽ താൻ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും പാർട്ടി നിർദ്ദേശമനുസരിച്ചാണ് മത്സരത്തിനിറങ്ങിയതെന്നും R രാജാറാം പറഞ്ഞു. സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആരോടും പോയി അങ്ങനെ പോയി നിന്ന് നമ്മൾ മേടിച്ചതല്ല. ഇത് പാർട്ടി തീരുമാനിച്ചതാണ്. പാർട്ടി പറഞ്ഞതുപോലെ നമുക്ക് കേൾക്കുള്ളൂ. AK മണി തന്നെ വീണ്ടും ദേവികുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ അന്തിമഘട്ടത്തിലാണ് രാജാറാമിന്റെ പേര് ഉയർന്നു വന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇത്തരമൊരു വാർത്ത പ്രചരിച്ചപ്പോൾ തന്നെ മൂന്നാറിലെ പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്നുണ്ടായത്. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. തൃക്കാക്കര, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് പ്രതിഷേധം ശക്തം. സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടി ഭംഗിയായി നടത്താമായിരുന്നുവെന്ന് K ബാബു അഭിപ്രായപ്പെട്ടു. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനു പകരം PT തോമസ് മത്സരിക്കുന്നത് അംഗീകരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. PT തോമസിനെതിരെ മണ്ഡലത്തിൽ വ്യാപകമായി പോസ്റ്റർ പതിച്ചായിരുന്നു പ്രതിഷേധം. PT വേണ്ടെന്ന് ചുവരെഴുതുകയും ചെയ്തു. തീർന്നില്ല, കൈപ്പത്ത് ചിഹ്നത്തിൽ കരിയോയിലും ഒഴിച്ചു. കൊല്ലത്താകട്ടെ സൂരജ് രവിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ AI ഗ്രൂപ്പുകൾക്ക് ഒരുപോലെ എതിർപ്പുണ്ട്. കുന്തലമോഹനനും ഉദയാസുകുമാരനും റിബൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന UDFന്റെ കൊല്ലം, ചവറ, കുന്നത്തൂർ കൺവെൻഷനുകൾ മാറ്റിവെച്ചു. അതേസമയം സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് വ്യക്തമാക്കി മന്ത്രി K ബാബു രംഗത്തെത്തുകയും ചെയ്തു. കുറെ കൂടി ഭംഗിയായിട്ട് ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ആവർത്തിക്കുക. കുറെ കൂടി ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം തീവ്രമായിട്ട് അദ്ദേഹം എന്തെങ്കിലും വിരോധം വെച്ച് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നണികളും നേതാക്കളും വളരെ സജീവമായി കടന്നു കഴിഞ്ഞു. ആരോപണങ്ങളുടെയും പുതിയ വെളിപ്പെടുത്തലുകളുടെയും ഒക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ AS സജീവൻ, മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, CPM നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, BJP സംസ്ഥാന വക്താവ് JR പത്മകുമാർ, കേരള കോൺഗ്രസ് നേതാവും സജി മഞ്ഞക്കടമ്പൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമായി ഇപ്പോഴുള്ളത്. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, ദേവികുളത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പാർട്ടി ഓഫീസിൽ കയറ്റുന്നില്ല. കൊല്ലത്ത് കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള കൺവെൻഷൻ നടത്താൻ കഴിയുന്നില്ല, മാറ്റിവെക്കേണ്ടി വരുന്നു. തൃക്കാക്കരയിൽ PT തോമസിനെതിരെ വ്യാപകമായ പോസ്റ്ററാണ്. പല സ്ഥലത്തും വിമതരുടെ പേരുകൾ കേൾക്കുന്നു. ചിലർ KPCC എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് മത്സരത്തിന് തയ്യാറെടുക്കുന്നു, വിമതനായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലുണ്ടായ ചർച്ചകൾ അങ്ങേയറ്റം അനാരോഗ്യകരമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? അങ്ങനെ ഒരു വിലയിരുത്തലിന് ഒരു അടിസ്ഥാനവുമില്ല. കോൺഗ്രസിന്റെ മുൻകാല സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പരിശോധിച്ചാൽ
ഏറ്റവും കൂടുതൽ ജനാധിപത്യ രീതിയിൽ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ഓരോ പാർട്ടി പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും അറിവിലും ബോധ്യത്തിലും ഉള്ളതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കുറച്ച് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ചും CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പട്ടിക വന്നപ്പോൾ ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ വൻപിച്ച പ്രതിഷേധങ്ങൾ വരികയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വന്ന് പങ്കെടുത്ത് പ്രവർത്തകരെയും നേതാക്കന്മാരെയും സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ ജില്ലകളിൽ തോറും പോയി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ വലുതായി കോൺഗ്രസിൽ ഇല്ല. പക്ഷെ ചില മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വികാരങ്ങൾ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന രീതിയിൽ അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ദേവികുളത്ത് ശ്രീ രാജാറാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശ്രീ AK മണി അദ്ദേഹത്തിന്റെ KPCC വൈസ് പ്രസിഡന്റ് കൂടി അനുവാദത്തോടും അംഗീകാരത്തോടും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPMന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ തങ്ങളുടെ നേതാക്കന്മാരെ വിശ്വാസമില്ലാതെ പുറത്തുനിന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സ്ഥാനാർത്ഥികളാക്കുവാൻ ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരേണ്ട ഗതികേടുണ്ടായി എങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പോഷക സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് തലക്കവും പഴക്കവും വന്ന നേതാക്കന്മാരും ഒപ്പം തന്നെ യുവജനങ്ങളും വനിതകളും ഒക്കെ കൂടി ചേർന്ന കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ളവരുടെ പട്ടികയാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശ്രീമതി ബിന്ദു കൃഷ്ണ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ ദില്ലിയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. നമുക്കറിയാം എന്തുതരം സന്ദേശമാണ് താഴെത്തട്ടിലേക്ക് മുതിർന്ന നേതാക്കൾ നൽകിയത് എന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവരാരും ഈ തർക്കങ്ങൾ സംബന്ധിച്ച ഏതെങ്കിലും ഒരു നിഷേധക്കുറിപ്പ് പോലും പുറത്തിറക്കിയില്ല. അതിൻ്റെ ആഴവും പരപ്പും സംബന്ധിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ ചിതറ മധു താങ്കൾക്ക് അറിയാവുന്നതാണ്, കൊല്ലത്തു നിന്നുള്ള ഒരു നേതാവാണ്. അദ്ദേഹം വിമതനായി ചടയമംഗലത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. KC ജോസഫ് മുതിർന്ന നേതാവ്, അദ്ദേഹത്തിനെതിരെ അവിടെ വിമതൻ മത്സര രംഗത്തുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് മത്സര രംഗത്തുള്ളത്. ആ നേതാവിനെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നതും നമുക്കറിയാം. ഈ രീതിയിലുള്ള വിമത പ്രശ്നങ്ങളെ എങ്ങനെയാണ് KPCC നേതൃത്വം ഇനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും ഡൽഹിയിൽ നടന്ന ചർച്ചകൾ അടക്കം വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാത്രമേ കാണുവാൻ കഴിയിട്ടുള്ളൂ. ആ കാര്യത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളെ കുറിച്ച് അവരുടെ യോഗ്യതയെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. CPMലാണെങ്കിൽ CPMന്റെ നേതാക്കന്മാരെ കുറിച്ച് എതിര് പറയാൻ കഴിയുമോ? അവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് എതിര് പറയുന്നത് ഇവിടെ കൊല്ലത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിരന്തരമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളൊക്കെ കാണുന്നവരും ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയതുമായ ഒട്ടനവധി പരിണതപ്രജ്ഞരായ നേതാക്കന്മാർ CPMനുണ്ട്. അവരെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട്, ജനസ്വാധീനമുള്ളവരെ അവഗണിച്ചുകൊണ്ട് സിനിമാ നടന സ്ഥാനാർത്ഥിയായപ്പോൾ ശക്തമായ പ്രതിഷേധം CPMലുണ്ടായി. ആ പ്രതിഷേധം മാറ്റുവാൻ വേണ്ടി നേതാക്കന്മാർ നിരന്തരം കൊല്ലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ആ അഭിപ്രായങ്ങളെല്ലാം എടുത്തുകൊണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അംഗീകരിക്കാൻ ഞാൻ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. എല്ലാ നേതാക്കന്മാരും അതിനോട് സഹകരിക്കും. വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നേതാക്കന്മാർ ഇടപെട്ട് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം വേഗത്തിൽ. ശ്രീ MV ഗോവിന്ദൻ, നമുക്കറിയാം ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞ ചില ആക്ഷേപങ്ങൾക്ക് താങ്കൾക്ക് സ്വാഭാവികമായും മറുപടി ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPMനെതിരെ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് എന്താണെന്ന് മുഖ്യമന്ത്രി ഇന്ന് കൊല്ലത്തെ കൺവെൻഷനിൽ പറഞ്ഞു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് വേണ്ടി എങ്ങനെ വോട്ട് ചോദിക്കും? VS അക്കാര്യത്തിലൊരു അഭിപ്രായം പറയണം. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രചാരണ മേഖലയിൽ ഉയർത്തിയത് R ബാലകൃഷ്ണപിള്ളയെ അഴിമതി കേസിൽ ശിക്ഷിച്ച സംഭവവും ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായ ചില വെളിപ്പെടുത്തലുകളുമായിരുന്നു. അത് രണ്ടും കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയും CPMനെ വലിയൊരളവിൽ അത് സഹായിക്കുകയും ചെയ്തു, ഇടതുമുന്നണിയെ വലിയൊരളവിൽ അത് സഹായിക്കുകയും ചെയ്തു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ആ വിഷയം
ഇന്ന് വേറൊരു തലത്തിൽ CPM മറുപടി പറയേണ്ടി വരുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കോൺഗ്രസ് ഉയർത്താൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന മുഖ്യമന്ത്രി ഇന്ന് കൊല്ലത്തെ പ്രസംഗത്തിൽ നടത്തുകയും ചെയ്തു. എന്തായിരിക്കും ഈ വിഷയത്തിൽ പാർട്ടി CPM നൽകാൻ പോകുന്ന ഒരു മറുപടി? അല്ല, ഇതിനൊന്നും മറുപടി ആവശ്യമില്ല. എന്താ കാര്യം വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം സഹകരിക്കുന്ന വിഭാഗങ്ങളും രമ്യമായ രീതിയിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പ്രചരണ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസും UDFും വലിയ തർക്കത്തിലാണ്, കുഴപ്പത്തിലാണ്. ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും അവരാഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ബോർഡിന്റെ ഭാഗമായിട്ട് എഴുതി വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് എന്തോ തർക്കവും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് CPIMലും ഉണ്ടായിട്ടില്ല. CPIMന്റെ ഒരു സംഘടനാപരമായ രീതിയുണ്ട്. ഞങ്ങൾ തികച്ചും ഞങ്ങൾക്ക് ജനാധിപത്യം ഇല്ലാതാണല്ലോ ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഇവിടെ പറഞ്ഞത്. ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അങ്ങോട്ട് നിർദ്ദേശിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വരികയല്ല, താഴെ തലത്തിൽ നിന്ന് തന്നെ ജില്ലാ കമ്മിറ്റികൾ ആലോചിച്ച് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി നൽകുകയും സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിച്ച് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കമ്മിറ്റിയിലേക്കും മണ്ഡലം കമ്മിറ്റിയിലേക്കും ഒക്കെ പോയി തിരിച്ച് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടാണ് സ്ഥാനാർത്ഥി നിർണയ പ്രശ്നം പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെ പൂർത്തിയാക്കുന്ന ഘട്ടങ്ങളിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, PB മെമ്പർമാർ ഒക്കെ സംഘടനാപരമായിട്ട് എല്ലാ മേഖലയിലും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടപെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വലിയ കുഴപ്പത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിത്രീകരിക്കാൻ നടത്തുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞങ്ങളുടെ സംഘടനാപരമായ രീതിയിൽ കൃത്യമായിട്ട് മുഴുവൻ പേരുടെയും 2 പേരാണ് പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് 90 ആളുകളുടെയും പേര് ഇതിനകം തന്നെ ഇതിനു മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. 2 എണ്ണം പിന്നീട് സ്വതന്ത്രമാരുടേത് ഉൾപ്പെടെ പിന്നീട് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ തീരുമാനിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെയാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യമുള്ള നയങ്ങളോട് ചേർന്ന് നിന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള വ്യക്തികളെയും ആളുകളെയും ഒക്കെ ഞങ്ങൾ സഹകരിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കുള്ളൂ എന്ന് ബിന്ദു കൃഷ്ണൻ ഇപ്പോൾ അവകാശപ്പെട്ടതുപോലെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. 1957 തെരഞ്ഞെടുപ്പ് മുതൽ, ഒന്നാമത്തെ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ഞങ്ങൾ പൊതു സ്ഥാനാർത്ഥികളെ, കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ, ചിന്തകന്മാരെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ വിമർശനങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെല്ലാം ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ല. സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്ന രീതിയിൽ എല്ലാ മേഖലയിലുള്ള ആളുകളെയും സ്ഥാനാർത്ഥികളാക്കി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കാണുന്നത്, CPIM പ്രത്യേകിച്ചും കണ്ടിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തി ഇപ്രാവശ്യവും ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി ഞാൻ പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയുള്ള ആളുകളെ നിർത്തി മത്സരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറയുന്നതൊക്കെ അതിനൊക്കെ എങ്ങനെ എന്ത് മറുപടി പറയാനാണ്? ഞങ്ങൾക്ക് ഒരു മണ്ഡലത്തിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അല്ലെങ്കിൽ MK സാനു മാസ്റ്റർ അങ്ങനെയുള്ളവരുടെ പേര് പറഞ്ഞാണ് ഇതിന് പ്രതിരോധം തീർക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കൊല്ലത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ്. കാരണം അതിന് മറുപടി പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. കാരണം കോൺഗ്രസ് അത് ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി ആ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കാൻ, അതൊരു പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ്. മറ്റൊന്ന്, ഇക്കാര്യം ഇന്നലെ VSനോട് ആലുവ പാലസിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് ഗണേഷ് കുമാറിൻ്റെ ഭൂതവും വർത്തമാനവും ഒക്കെ നോക്കി നാട്ടുകാർ തീരുമാനിക്കട്ടെ എന്നാണ് മറുപടി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹവും അതിനെപ്പറ്റിയൊന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ല, ഇതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിൽ കിടക്കുകയാണ്. ജീർണമായ പശ്ചാത്തലത്തിൽ ഒരു വ്യവസായം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീ
വ്യവസായത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ സമീപിച്ചപ്പോൾ അവർക്കുണ്ടായ മാനഹാനിയും പണനഷ്ടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോഴും ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം വരുമ്പോൾ ഉമ്മൻചാണ്ടി മറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളും വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൽ ഞങ്ങളതിൻ്റെ ഭാഗമാക്കാവേണ്ട ഒരു കാര്യമില്ല. അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ നോക്കണം. ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി സരിതാ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എത്രയെത്ര അഴിമതി, എത്രയെത്ര തട്ടിപ്പ്, എത്രയെത്ര ജീർണമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് MLA-മാരായിട്ട് വീണ്ടും മത്സരിക്കാൻ പോകുന്നത്, സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ പോകുന്നത്. എത്ര പ്രാവശ്യമാണ് ഇവരെല്ലാം ഓരോ ഘട്ടത്തിലായിട്ട് സരിതയെ വിളിച്ചിട്ടുള്ളത്. ലൈംഗിക ആരോപണം തന്നെ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരെല്ലാം നിങ്ങളുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയല്ലേ. അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കാം എന്നാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസും UDF ഒക്കെ തീരുമാനിക്കുന്നത്. അതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നതല്ല. കൃത്യമായിട്ട് ആളുകൾക്ക് ജനങ്ങളെ മനസ്സിലാക്കാനാവും, സ്ഥാനാർത്ഥികളെ മനസ്സിലാക്കാനാവും. അവർ കൃത്യമായിട്ട് പഠിക്കും, അതിനടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് കോൺഗ്രസിന് സംരക്ഷണം കിട്ടും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത്തരം ജീർണമായ നിലപാടുകൾ സ്വീകരിച്ചവർക്ക് സംരക്ഷണം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നത് ശരിയാവില്ല എന്ന് തന്നെയാണ് അതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലാത്ത പുസ്തകം പോലെ വായിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാം, എല്ലാവർക്കും നിലപാട് സ്വീകരിക്കാം. അതിൻ്റെ മേലെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ചെളിയെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് ധരിക്കുന്നത് മുഖ്യമന്ത്രിയായാലും നിരക്കേടില്ല, ആരായാലും അതിങ്ങനെ മുന്നോട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് BJP നേതൃത്വത്തെ വേട്ടയാടുന്നുണ്ട്. മറ്റൊന്നുമല്ല, പാലായിൽ KM മാണിക്കെതിരെ മത്സരിക്കാൻ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നോക്കി നടന്നു. ഒടുവിൽ NDAക്ക് ഒരു സഖ്യകക്ഷിയെ കിട്ടി, PC തോമസിനെ. PC തോമസ് പാലായിൽ KM മാണി നേരിടാൻ തയ്യാറായി. സ്വാഭാവികമായും അവിടെ നല്ലൊരു മത്സരം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തി. പാലായിൽ PC തോമസ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തി. നോമിനേഷനൊക്കെ കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും PC തോമസ് പറയുന്നു, എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ല, NDAക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ പ്രചാരണത്തിന് പോകാമെന്ന്. എന്തായിരിക്കും സംഭവിക്കുക? പാലായിൽ PC തോമസിനെ KM മാണി മാനേജ് ചെയ്തു എന്ന ആക്ഷേപത്തിന് BJP കൂടി ഇനി മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, ഞങ്ങളതിനെക്കുറിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. NDA സഖ്യത്തിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് PC തോമസിൻ്റെ പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാലാ സീറ്റ് കൊടുക്കും. ആ പാലാ സീറ്റിൽ അവർ മത്സരിക്കാൻ തയ്യാറല്ല, അതിൽ PC തോമസ് മത്സരിക്കാൻ തയ്യാറല്ലെങ്കിൽ അതിൽ തന്നെ സമർത്ഥരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മത്സരിക്കും. അതല്ല, അങ്ങനെ മത്സരിക്കാത്തൊരു സാഹചര്യം PC തോമസിൻ്റെ ഭാഗത്ത് വരുന്നെങ്കിൽ ശക്തനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ മത്സരരംഗത്തുണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFും UDFും നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരത്തെ പോലെ തന്നെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും. BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. ഏതെങ്കിലും ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് മത്സരരംഗത്ത് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാൻ തയ്യാറായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരാരെങ്കിലും അവിടെ മത്സരിക്കുക, അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ പത്മകുമാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണല്ലോ. കാരണം KM മാണി എന്ന ഒരു വ്യക്തിയെ അല്ലല്ലോ അവിടെ നേരിടേണ്ടത്. ആരോപണ വിധേയനായ KM മാണി മന്ത്രിസഭയിൽ നിന്ന് കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഒരു നേതാവ്, ആ നേതാവിനെതിരെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ഒരാളെ നിയോഗിക്കുമ്പോൾ അയാൾ അവിടെ പോയി മത്സരിക്കാൻ തയ്യാറെടുത്ത് കുറച്ച് കഴിഞ്ഞ് എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യമുള്ളതുകൊണ്ട് പാലായിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു പിന്മാറ്റം എന്നൊക്കെ പറഞ്ഞു മാറി നിൽക്കാൻ കഴിയുമോ? എന്താണ് BJP ഇക്കാര്യത്തിൽ PC തോമസിനോട് ചോദിച്ച വിശദീകരണം? PC തോമസ് എന്ത് വ്യക്തിപരമായ അസൗകര്യമുണ്ട് എന്നാണ് പറയുന്നത്? അതിനൊരു മറുപടി പറയണ്ടേ പൊതുസമൂഹത്തോടു കൂടി BJP? അല്ല, അത് ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആ പാർട്ടിയാണ്. അതല്ലാതെ മറ്റു പാർട്ടികളിലെ പോലെ ഘടകകക്ഷികളുടെ തീരുമാനം എടുക്കുന്നത് അവിടുത്തെ അതിലെ ഏറ്റവും വലിയ പാർട്ടിയല്ല. ഘടകകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് അതിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അവരേതെങ്കിലും കാരണവശാൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് നിലപാടെടുക്കാൻ കഴിയും. BJP ആ സീറ്റിൽ മത്സരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ അത്രയും ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. തൃപ്പൂണിത്തറയിൽ ബാബുവിനെതിരായിട്ട് എന്താ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്? അവിടുത്തെ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത് ആരെ മത്സരിപ്പിക്കുക? P. രാജീവനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ പാർട്ടി സംവിധാനത്തിൽ എതിർപ്പുള്ള വേറെ യുവ നേതാവിനെ കൊണ്ട് നിർത്തിയിട്ട് ബാബുവിന് ജയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതേസമയം ഞങ്ങളവിടെ ആരെയാണ് നിർത്തിക്കുന്നത്? ആ പ്രദേശത്തെ ഏറ്റവും സമുന്നതനായ ആദരണീയനായ ഒരു നേതാവിനെയല്ലേ ഒരു ആളിനെയല്ലേ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് 140 മണ്ഡലങ്ങളിൽ നിർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ A. സജീവൻ, കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ, കോൺഗ്രസിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പൊട്ടിത്തെറികളൊക്കെ തന്നെ അത് എല്ലാ തവണയും ഉള്ളതാണ്. പക്ഷേ ഇത്തവണ ചില വിമത സ്വരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മത്സര രംഗത്തേക്ക് ചിലർ കടന്നു വരുന്നു. ഇപ്പോൾ വൈകുന്നേരം ചിതറ മധുവിൻ്റെ പേര് കേട്ടു. അദ്ദേഹം KPCC എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെക്കാൻ പോകുന്നു, അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന്, ചടയമംഗലത്ത് മത്സരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ദേവികുളത്തെ പ്രശ്നമാണ്. ദേവികുളത്ത് സ്ഥാനാർത്ഥിക്ക് പാർട്ടി ഓഫീസിൽ കയറാൻ പോലും കഴിയുന്നില്ല. ആ നിലയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങനെ KC ജോസഫിനെതിരെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. അവിടെയും വലിയ പ്രതിഷേധം ഇപ്പോഴുമുണ്ട്. തണുപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തണുപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ അവിടെ നടത്തിയിട്ടുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 8 ദിവസത്തോളം ദില്ലിയിൽ നടന്ന ചർച്ചകളുടെ പാർശ്വഫലങ്ങളല്ലേ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത്? ഈ നേതാക്കളൊക്കെ കൊടുത്ത സന്ദേശം അതേപടി താഴെത്തട്ടിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ദേവികുളത്തും അല്ലെങ്കിൽ ഈ ചടയമംഗലത്തും ഇരിക്കൂറിലും ഒക്കെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അണികളെ കുറ്റപ്പെടുത്താൻ കഴിയും. ഇല്ല, നേരത്തെ ബിന്ദു കൃഷ്ണ, കോൺഗ്രസിൽ പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാ ആളുകളും ഹൈക്കമാൻഡ് പറയുന്നതിനനുസരിച്ചിട്ട് അത് അംഗീകരിച്ച് വോട്ട് ചെയ്യാൻ പോവുകയും പ്രചരണം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇതല്ലല്ലോ സ്ഥിതി. ഇപ്പം നമ്മൾ ദേവികുളത്തെ കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ എന്താണ്, പാർട്ടി ഓഫീസിലേക്ക് സ്ഥാനാർത്ഥിക്ക് പോകാൻ കഴിയുന്നില്ല, ഷട്ടർ ഇടുന്നു എന്ന് വെച്ചാൽ പാർട്ടി പോലും പാർട്ടിയുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല എന്നാണ്. പ്രാദേശിക തലത്തിലാണല്ലോ മത്സരിക്കുന്നത്, ഹൈക്കമാൻഡിൽ പോയിട്ടല്ലോ ദേവികുളത്തെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത്. ഇത് വളരെ വ്യക്തമാണ്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് വേറെ വന്നു, ഈ ചിതറ മധുവിൻ്റെ അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു, വിമതനായിട്ട് നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനോടൊക്കെ അപ്പുറത്ത് ഈ താൻ പാർട്ടിയുടെ സ്ഥാപനങ്ങളായിട്ടുള്ള ചാനലിനും പത്രത്തിനൊക്കെ കൊടുത്ത കാശ് തിരിച്ചു വേണമെന്ന് വിജയൻ തോമസിനെ പോലുള്ള ആൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ആളുകളും, ജയവർമ്മയെ പോലുള്ള ആൾ പറഞ്ഞത് ഇത് ഈ ഇത്തരം കുതികാൽ വെട്ടുകൾക്കൊക്കെ എതിരെ ഒരു തിരുത്തൽ ഉണ്ടാവേണ്ടതാണ്. അതിന് നയിക്കാൻ തിരുത്തൽ ശക്തിയായിട്ട് ആരെങ്കിലുമൊക്കെ വരും, അതിൻ്റെ കൂടെ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ജയവർമ്മയെ പോലുള്ള ആളുകൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതല്ലല്ലോ. ഇവിടെ ഈ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിനുണ്ട്, സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ വിമതനായിട്ട് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ചുമരെഴുത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്, 4 ആളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം അതായിരുന്നില്ല. ഇവിടെ KPCC പ്രസിഡന്റ് തന്നെയാണ് പല പേരുകളും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന ആളുകൾ വേണ്ട. അത് അദ്ദേഹം പറഞ്ഞ വാക്ക് കളങ്കിതർ എന്നാണ്. കളങ്കിതരായിട്ട് ആളുകൾ വേണ്ട, 4 തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ജില്ലാതലത്തിൽ തന്നെ കമ്മിറ്റി ചേർന്നിട്ട് തീരുമാനിക്കുമെന്നും അത് KPCC യോഗം ചേർന്നിട്ട് അത് അംഗീകരിക്കുമെന്നും, അല്ലെങ്കിൽ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നും, അത് കഴിഞ്ഞിട്ട് സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകുമെന്നും, അത് കഴിഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഇതിന് ഫൈനൽ രൂപം, അന്തിമ രൂപം നൽകുമെന്നൊക്കെ പറഞ്ഞ് വളരെ സ്മൂത്തായിട്ട് നമ്മളൊക്കെ വിചാരിച്ച് ഏറ്റവും ചിട്ടപ്രകാരം പോകുന്ന ഒരു സംവിധാനം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, ഈ ജില്ലാതലത്തിൽ നിന്ന് പോയ ലിസ്റ്റ് അത് KPCC യോഗത്തിൽ അതിനെക്കുറിച്ച് ചർച്ച പോലും നടന്നില്ല എന്നാണ് ജേക്കബിനെ പോലുള്ള വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത്. ചർച്ചയേ ചെയ്തിട്ടില്ല. ഇതുമായിട്ടാണ്, ഈ ചർച്ച ചെയ്യാത്ത ലിസ്റ്റുമായിട്ടാണ് ഹൈക്കമാൻഡിന് മുമ്പാകെ സ്ക്രീനിങ് കമ്മിറ്റി ചേരാനായിട്ട് പോയത്. അത് കഴിഞ്ഞുണ്ടായ പ്രശ്നങ്ങൾ. എന്നാൽ പിന്നെ അവിടെ നിന്നെല്ലാം വന്നു കഴിഞ്ഞാലും ഇത് അംഗീകരിക്കേണ്ടേ?
സോ ഹൈക്കമാൻഡ് പറയുന്ന ഞങ്ങൾ എല്ലാ ആളുകളും അംഗീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വിജയൻ തോമസ് പറയുന്നു, എന്നോട് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നോട് കാശ് വാങ്ങുകയും എനിക്ക് സീറ്റ് തരാമെന്ന് പറയുകയും ചെയ്തു, ഇതാ ചതിച്ചിരിക്കുന്നു പറയുന്നു. ജയവർമ്മ പറയുന്നു, എനിക്ക് സീറ്റ് എത്രയോ കാലമായിട്ട് ഉറപ്പ് നൽകിയതാണ്, ഞാൻ അവിടെ പ്രവർത്തനം നടത്തി കഴിഞ്ഞാണ്, എന്നിട്ട് ഇപ്പോഴിതാ സീറ്റ് എടുത്ത് കളയുന്നു പറയുന്നു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ, ചിതറ മധുവിൻ്റെ പ്രശ്നവും ഇതാണ്. ഓരോ ഇവിടെ കോഴിക്കോട് KC അബു, ഇതാ KC ജോസഫിൻ്റെ മണ്ഡലത്തിൽ വിമതനായിട്ട് നിൽക്കുമെന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയരുത്. അതേസമയത്ത് സ്വാഭാവികമായിട്ടും LDF ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതില്ലാതെ ഇപ്പം ഗോവിന്ദ മാഷ് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിരുന്നു. അവർ സത്യത്തിൽ പൊട്ടിച്ചിതറിപ്പോകുന്നൊരവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിന്നിരുന്നത്. VS-നെ പോലുള്ള ഒരാൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു തീപ്പൊരി കിട്ടിയാൽ കത്തിപ്പടരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനെ ആ പാർട്ടി, അതാണ് കോൺഗ്രസ്സുകാർ ഈ ഘട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അതിനെ വളരെ സഹിച്ച് ക്ഷമിച്ച് VS ഒന്നും ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ അതിൻ്റെ ഔദ്യോഗിക നേതൃത്വം അതിനെ വളരെ തന്ത്രപരമായിട്ട് കൊണ്ടുപോയി. കാരണം പൊട്ടിത്തകർന്നാൽ ഈ തവണ ഭരണം കിട്ടില്ല എന്ന് അവർക്കറിയാം, സീറ്റുകൾ പലതും കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് VS-നെ ഇങ്ങനെ പ്രകീർത്തിച്ചൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ പ്രശ്നം ഭരണ തുടർച്ച കിട്ടുമായിരുന്നൊരവസ്ഥയിൽ ഭരണത്തുടർച്ച ഏതാണ്ട് സാധ്യമാണ് എന്ന് വന്ന ഘട്ടത്തിൽ ആണ് സ്വയം പൊട്ടിത്തകർക്കുന്ന രൂപത്തിലേക്ക് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ചെറിയ നേതാക്കന്മാരൊന്നുമില്ല, DCC തലത്തിലുള്ള പ്രശ്നമൊന്നുമില്ല, പ്രധാന നേതാക്കന്മാർ പരസ്പരം ഭീകരമായിട്ടുള്ള തർക്കത്തിലേക്കും മറ്റും പോയിട്ട് 7 ദിവസത്തോളം, 6 ദിവസം പൂർണ്ണമായിട്ടും അര ദിവസം കൂടിച്ചേർത്താൽ 6.5 ദിവസം, 7 ദിവസം എന്ന് പറയാം, ഭീകര ചർച്ചയായിരുന്നില്ലേ? കേരളത്തിൽ നിന്ന് പോയിട്ട് ഡൽഹി പോയിട്ട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ. ആ വിഷയത്തിലേക്ക് നമുക്ക് വിശദമായി പോകാം. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണയ്ക്ക് മറുപടി പറയാനും ഉണ്ടാകും. ഞാൻ രണ്ടുപേരിലേക്കും വരുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് പ്രതിനിധി സജി മഞ്ഞക്കടമ്പൻ നമ്മുടെ കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, താങ്കളെ പോലുള്ളവരെ ഒഴിവാക്കി ജോർജ് കുട്ടി അഗസ്റ്റിക്ക് പൂഞ്ഞാർ സീറ്റ് നൽകണമെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിയോട് അത്രയും അടുപ്പമുള്ള, ഈ നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെ അത്രയും സംസാരിക്കുന്ന ഒരാളായിരുന്നോ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കേരള കോൺഗ്രസിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളാണല്ലോ നിങ്ങളൊക്കെ. പാർട്ടി വേദികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണോ ഇദ്ദേഹം? അല്ലെങ്കിൽ ഇദ്ദേഹം ആരാണ്? പാർട്ടിയുടെ ഏത് പദവിയിലാണുള്ളത്? ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഞാൻ ആദ്യം പറയാം, ഞാൻ ഇവിടെ വിവിധനായിട്ടല്ല മത്സരിക്കുന്നത്. ഞാനാണ് കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കാരണം എനിക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ളൂ. ഈ ജോർജ് കുട്ടി അഗസ്തി എന്ന് പറയുന്ന ആൾക്കിപ്പോൾ മെമ്പർഷിപ്പില്ല. അദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹം പാർട്ടി വിട്ട് PC തോമസിനോടൊപ്പം പോയി ആദ്യം NDA മുന്നണിയിൽ ചെന്നു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിൽ അവർ ലയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോയി. അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനമില്ലാതെ അദ്ദേഹം നിൽക്കുക. അദ്ദേഹത്തെ എന്തോ സമുദായ സംഘടനകളോ ഏതോ മതസംഘടനകളോ ഒക്കെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരോ വിജയസാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ കെട്ടിയിറക്കിക്കുക. അദ്ദേഹത്തിന് ഈ പറയുന്ന യാതൊരു വിജയസാധ്യതയുമില്ല. അദ്ദേഹം കഴിഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ ജോസഫ് വാഴയ്ക്കിനെതിരെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിർബലായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം ഈ പാർട്ടിയുടെ മെമ്പറല്ല. ഈ പാർട്ടിയുടെ മെമ്പറായിരിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 15 വർഷക്കാലം ശ്രീ ജോർജ് കുട്ടി അഗസ്തി പാർട്ടിക്ക് വെളിയിൽ നിന്നുകൊണ്ട് പാർട്ടി നേതാക്കന്മാരെ ചീത്ത വിളിച്ചപ്പോൾ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച ആളാണ് ഞാൻ. അപ്പൊ ഞാനാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി, ജോർജ് കുട്ടി അഗസ്തി അല്ല. പാർട്ടി നേതൃത്വം, എന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ KM മാണി സാറ്, അദ്ദേഹം എനിക്ക് പാർട്ടി ടിക്കറ്റ് നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് അറിയാം, എന്റെ ഒരുപക്ഷെ പറഞ്ഞാല് എന്റെ പിതാവിനെ, എന്റെ തറവാട്ടിൽ ഞാൻ പോയി അല്ലെ പിതാവിനെ കാണുന്നതിനേക്കാൾ ദിവസവും പോയി കാണുന്ന എന്റെ നേതാവാ, പ്രിയപ്പെട്ട നേതാവാ. അദ്ദേഹം എന്നെ കൈവിടുമെന്ന് ഞാൻ ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. താങ്കളെ കൈവിട്ടല്ലോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. താങ്കൾ പാർട്ടി ടിക്കറ്റിൽ അവിടെ മത്സരിക്കുന്നത് ജോർജ് കുട്ടി അഗസ്റ്റിയാണ്. അദ്ദേഹത്തിനാണ് 2 ചിഹ്നം. താങ്കൾ ലിസ്റ്റിൽ പേരില്ല. താങ്കൾ ഇനി അവിടെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടാണ്. താങ്കൾക്ക് എങ്ങനെ 2 ചിഹ്നം? സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ എത്രയോ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ വിജയസാധ്യത, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് PC ജോർജ് വളരെയേറെ സന്തോഷവാൻ, അദ്ദേഹം ജയിക്കുന്നു പറഞ്ഞ് നടക്കുക. എവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരാ? ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പോൾ PC ജോസഫ്, അദ്ദേഹം കോതമംഗലത്തുള്ളയാളാ. അപ്പൊ അതുകൊണ്ട് പാർട്ടി അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം തീരുമാനമെടുത്തുകൊണ്ട് വിജയസാധ്യതയുള്ള യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുക. ഞാനിവിടെ മത്സരിക്കുന്ന മറ്റൊരു കാര്യങ്ങളുടെ വലിയ പ്രതിഷേധമാണ്. കേരള യൂത്ത് ഫണ്ടിന്റെ ഒരു നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചിട്ടില്ല. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, യുവാക്കളുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു തീരുമാനമെടുക്കണം.
അതാത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടുന്ന, വെള്ളം കോരുന്ന പ്രവർത്തകർക്ക്, ചോര നീരാക്കി മുദ്രാവാക്യം വിളിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പ്രവർത്തകർക്ക് സീറ്റ് നൽകാതെ ആരെയെങ്കിലും ഒക്കെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് വന്നാൽ അവർക്ക് സീറ്റ് കൊടുക്കുന്ന പരിപാടി ഇതോടുകൂടി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയായിരിക്കും എന്റെ ഈ തെരഞ്ഞെടുപ്പിലെ മത്സരമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സജി, ഇക്കാര്യത്തിൽ കെ എം മാണിക്കെതിരെ ആക്ഷേപമുണ്ടായപ്പോൾ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം തീർത്ത കൂട്ടത്തിൽ താങ്കൾ ഉണ്ടായിരുന്നു. അതുപോലെ പൊതുവേദിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയപ്പോൾ അവിടെ സംസാരിക്കാൻ താങ്കൾ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോർണർ മീറ്റിങ്ങുകൾ, രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയപ്പോൾ താങ്കൾ അവിടെ പോയിരുന്നു. അപ്പോഴൊന്നും ഈ ജോർജ് കുട്ടി അഗസ്റ്റിയെ പാർട്ടി പ്രവർത്തകരാരും കണ്ടില്ല. ഒരു കാര്യം, ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണോ? ജോസ് കെ മാണിയുടെ നോമിനിയായി എങ്ങനെ വരുന്നു ഈ ജോർജ് കുട്ടി അഗസ്റ്റി? താങ്കളെ പോലുള്ള നേതാക്കളെ ഒഴിവാക്കി അവിടെ. ഒരിക്കലും ഒരു പേയ്മെന്റ് സീറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ജോസ് കെ മാണിയുടെ നോമിനിയും ഇല്ല. പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണിയും ബഹുമാനായ മാണി സാറും എനിക്ക് സീറ്റ് തരുന്നതിനോട് സന്നദ്ധമായിരുന്നു. അതിനുവേണ്ടി അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി പൂഞ്ഞാർ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. കേരള യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റായി ആകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത് ഒഴിച്ചാൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പാർട്ടി ടിക്കറ്റ് നൽകുവാൻ ആരാധനായ പാർട്ടി ചെയർമാന് തയ്യാറായിരുന്നു. അദ്ദേഹവും ശ്രീ ജോസ് കെ മാണിയും അതിന് പരിശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് ചില ആളുകൾ ഇടപെട്ട് എന്തോ ഞാൻ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണ്, വിജയസാധ്യത അകത്തുനിന്നുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് ജോർജ് കുട്ടി അഗസ്റ്റി എന്നുള്ള ഒരാളെ ഇറക്കിയത്. വിജയസാധ്യത എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ UDF-നെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ആള് എന്ന നിലയിൽ ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റിക്ക് വിജയസാധ്യതയില്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാ, ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടൊപ്പമാ. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുവാനും മുദ്രാവാക്യം വിളിക്കുവാനും പ്രകടനം വയ്ക്കുവാനും അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങുവാനും എന്നെ പോലുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരെന്ന നിലയിൽ എനിക്ക് പാർട്ടി സീറ്റ് നൽകേണ്ടതായിരുന്നു. പക്ഷേ എന്തോ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട മാണി സാറും PJ ജോസഫ് സാറും അടങ്ങുന്ന, ജോസ് കെ മാണിയും അടങ്ങുന്ന എന്റെ പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ സീറ്റ് വിഭജനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കേരളത്തിലെ ഒരു യുവജന നേതാവ് എന്ന നിലയിൽ, കേരള യൂത്ത് ഫണ്ട് നേതാവ് എന്ന നിലയിൽ എനിക്ക് സീറ്റ് തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒരു ഘടകകക്ഷിയുടെ സീറ്റിന്റെ കാര്യത്തിലാണെങ്കിലും UDF-നെ ആകപ്പാടെ ബാധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മറ്റൊരു സീറ്റായ തളിപ്പറമ്പിലും അവിടെ പ്രാദേശിക നേതൃത്വം അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം KC ജോസഫിന്റെ മണ്ഡലത്തിലും ഈ ദേവികുളത്തെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. സ്ഥാനാർത്ഥി ആകുമെന്ന് വിചാരിച്ചവർ ആകാതിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ കാര്യം തന്നെ എടുക്കാം. താങ്കളെപ്പോലുള്ളവർ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ദില്ലിയിലെ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തതാണ്. അവസാന നിമിഷം സീറ്റ് ലഭിച്ചില്ല. അത് ലഭിക്കാതെ പോയതിൻ്റെ സാഹചര്യവും എല്ലാവർക്കും അറിയാം. ഒരു തൃപ്തമായ മനസ്സോടുകൂടി നേതാക്കന്മാർ പറയുന്നത് കേട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ മാനസികമായി സജ്ജമായി കഴിഞ്ഞോ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ, നിങ്ങളൊക്കെ? ഒരു സംശയവുമില്ല. വളരെ ചെറുപ്പകാലം മുതൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടം മുതൽ രാഷ്ട്രീയ പ്രവർത്തകയായി കടന്നു വന്ന എന്നെ പോലെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെയോ പേരിൽ ഒരിക്കലും പാർട്ടിയുമായി തെറ്റിപ്പിരിയേണ്ട അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം വിട്ടു നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഒരു 140 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്ന 85 നിയോജക മണ്ഡലങ്ങൾ, ഈ 85 നിയോജക മണ്ഡലങ്ങളിലും അനുയോജ്യരായ യോഗ്യതകൾ ഒരുപോലെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. വ്യത്യസ്ത തലങ്ങളിൽ, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, പോഷക സംഘടനയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലും നേതാക്കന്മാർ ധാരാളമുണ്ട്. അവരിൽ സീറ്റ് ആഗ്രഹിക്കുന്നവരും ഏറെയുണ്ട്. ഒരുപാട് വർഷം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഞാൻ പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ലേ, ഞാൻ സീറ്റിന് അർഹരല്ലേ എന്ന് സ്വാഭാവികമായൊരു തോന്നൽ. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ 24 മണിക്കൂറുമേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ അർഹരായി ഉള്ളവർ ഉള്ളപ്പോൾ എല്ലാവർക്കും പക്ഷെ സീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുവാൻ എല്ലാ പാർട്ടി പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെയൊക്കെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് നേതൃത്വത്തോട് ആദ്യമേ തന്നെ പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ എന്റെയും കൂടി പേര് പരിഗണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ നിരാശ മാത്രവുമല്ല, പാർട്ടി എനിക്ക് 2 തവണ അവസരം തന്നതാ.
ജയസാധ്യത കുറവായ സീറ്റിലാണ് എങ്കിൽ പോലും 2 തവണ എനിക്ക് അവസരം തന്നു. എനിക്ക് അവസരം കിട്ടിയപ്പോഴും പലരും അതിന് അവസരം കിട്ടേണ്ടവർ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു അസംതൃപ്തിയില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഒരു പ്രശ്നവുമില്ല. പാർട്ടി പ്രവർത്തകരാണ്. സ്ഥാനാർത്ഥി ആരെന്ന് അറിയാത്ത കാലത്ത് പോലും പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും തന്നെ പ്രചാരണ രംഗത്തുണ്ടാവും. കൂടാതെ ഈ ചില സീറ്റുകളിൽ ഇപ്പോൾ 4-5 സീറ്റുകളിലാണ് ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് വൈകാരിക പ്രശ്നങ്ങളാണ്. എല്ലാവരും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കും, എല്ലാവർക്കും കിട്ടാൻ കഴിയില്ല. കിട്ടാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ നിരാശ മാറ്റപ്പെടും. അത് ആ മുറിവുകൾ, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായ മുറിവ് ഉണക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജീർണതയിൽ പെട്ടിരിക്കുകയാണ്. എങ്ങനെ പറയാൻ കഴിയുന്നു? രാഷ്ട്രീയം ഏതോ ആയിക്കൊള്ളട്ടെ, ഒരു സരിതാ നായർ എന്ന് പറയുന്ന സ്ത്രീയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ അപമാനിക്കാൻ തക്ക സ്ഥിതിയിലേക്ക് ആശയ ദാരിദ്ര്യത്തിന്റെ പരമകോടിയിൽ എത്തി നിൽക്കുകയാണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം? ഇത്തരത്തിൽ അധപ്പതിക്കാൻ പാടുണ്ടോ? സരിതാ നായരുടെ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്ന്, പലതിനെ കുറിച്ച് ഏത് തരത്തിൽ വന്നു എന്നുള്ള ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കില്ല. കേരളത്തിലെ എല്ലാ ജനങ്ങളും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി, 3 വർഷത്തോളമായി ഇത് കണ്ടുകൊണ്ടിരിക്കുക. കേരള ഹൈക്കോടതിയുടെ ആദരണീയനായ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്ന തുറുപ്പ് ചീട്ടായി സരിതാ നായർ എന്ന സ്ത്രീ മാറുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് ഉയർത്തുന്ന ഒട്ടും അത് ഉചിതമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല. അത് ശരിയല്ല. അവര് പറയുന്നു ക്ലിഫ് ഹൗസിൽ വെച്ച് CPM-ന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താമസിച്ചിരുന്ന വസതിയാണല്ലോ അത്. കോൺഗ്രസിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി താമസിക്കുമ്പോൾ അവിടേക്ക് കടന്നു നിന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും മാത്രമല്ല. കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങളുമായി ഏത് സമയത്ത് ചെന്നാലും മുൻവാതിൽ മാത്രമല്ല എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്ന ഒരു വീടാ ക്ലിഫ് ഹൗസിൽ. ആ വീട്ടിൽ സരിത പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ കേരളത്തിലെ ജനത അത്ര പ്രബുദ്ധരല്ലാത്ത, ബോധ്യമില്ലാത്തവരല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ശ്രീ എം വി ഗോവിന്ദൻ, ഇപ്പോൾ ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന പ്രശ്നം, ഈ സോളാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉപയോഗിക്കാൻ CPM ശ്രമിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക. കാരണം ഇന്നലെ ഹൈക്കോടതി തന്നെ സരിതയുടെ നീക്കങ്ങൾ സംശയദൃഷ്ടിയോടെ കണ്ടു. രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെന്ന അടക്കമുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും അതിൻ്റെ മെറിറ്റിലേക്ക് പോലും കടന്ന് ചർച്ചയ്ക്ക് വഴിയൊരുക്കാത്ത നിലയിലേക്ക് തെറ്റായ സമയത്ത് ഈ ഇഷ്യൂ റേസ് ചെയ്യപ്പെട്ടത് വഴി ആ വിഷയം അങ്ങനെ അങ്ങ് മാറിപ്പോയി. ഇന്നലത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളോടെ അത് അങ്ങനെ അങ്ങ് മാറിപ്പോയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോളാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ആഗ്രഹിക്കുന്നുണ്ടോ? സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അതൊരു ചർച്ചയാകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ചർച്ചയാക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോടതിയുടെ ഇന്നലത്തെ പരാമർശത്തോടെ ആ വിഷയം മാറി എന്ന ഒരു പൊതു വിലയിരുത്തൽ പലർക്കുമുണ്ട്. CPM എങ്ങനെയായിരിക്കും ഈ വിഷയം ഇനി കൈകാര്യം ചെയ്യുക? അല്ല, അത് സംബന്ധിച്ച് ആ വിഷയമൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങൾ ആ വിഷയം പ്രധാനപ്പെട്ട വിഷയമായിട്ട് കാണുന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ ആരോപണം അല്ലെങ്കിൽ സരിതയുടെ കത്ത് പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതെന്താ, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് ഇങ്ങനെ ഒരു കത്ത് പുറത്തു വരാൻ ഇടയായ കാര്യം എന്താണ് എന്ന് ഗ്രൂപ്പ് വഴക്കിന്റെ പ്രശ്നം മനസ്സിലാക്കുന്ന ആർക്കാണ് തിരിച്ചറിയാനാവാത്തത്, ആരെയാ ഉദ്ദേശിച്ചതെന്ന്? അപ്പോൾ ബിന്ദു കൃഷ്ണക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ബിന്ദു കൃഷ്ണയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സ്ത്രീ, അതാരും ആയിക്കോട്ടെ, ഒരു വ്യവസായം നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ വരികയാണ്. മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് വൈദ്യുതി മന്ത്രിയെ കാണുന്നു, മറ്റു മന്ത്രിമാരെ കാണുന്നു, ഓഫീസിന്റെ ഭാഗമായിട്ടുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന ദുര്യോഗം, അവരുടെ മാനവും അവരുടെ പണവും എല്ലാം കവർന്നെടുക്കുന്ന ജീർണതയെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എത്ര MP-മാരെ പറ്റി, MLA-മാരെ പറ്റി, പ്രധാനപ്പെട്ട നേതൃനിരയിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ പറ്റി, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവരെ പറ്റി അവർ പറഞ്ഞത് മുഴുവൻ ശരിയായിരുന്നു എന്ന് വ്യക്തമായില്ലേ? എത്ര നേതാക്കന്മാരുടെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അബ്ദുള്ള കുട്ടീൻ്റെ പേര് തന്നെ പറഞ്ഞില്ലേ? ഇതെല്ലാം പറയിപ്പിച്ചതാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പിന്നീട് സമ്മതിച്ചില്ലേ? ഇത്ര വ്യക്തതയോടുകൂടി നടന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജനങ്ങൾ ഇതെല്ലാം കേട്ടാൽ തന്നെ മറുപടി ഒരു കാര്യം കൂടി, ജനങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ പറ്റി അറപ്പാണ്. ഏക കാരണം
മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയുമായി ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ശബ്ദമടക്കം പുറത്തു വരികയും ചെയ്ത ഒരു തെളിവായി പരിഗണിക്കപ്പെട്ടു എന്നത് മാത്രമല്ലേ സ്വാഭാവികമായും അത് കോൺഗ്രസിനകത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച തന്നെയായില്ലേ? സരിത എസ് നായരെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു യുവ സംരംഭക, ഒരു വ്യവസായ സംരംഭക എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കണ്ട് കേരളം കുറേ നാളുകളായി യഥാർത്ഥത്തിൽ ചിരിക്കുക. ഏത് തരത്തിലാണ് അവരെ സംരംഭക എന്ന് പറയാൻ കഴിയുന്നത്? ശരിക്കും ഞാൻ അടക്കമുള്ള സ്ത്രീകൾ, ഒരു വനിതാ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥതയോടുകൂടി പറയുന്നു, അവർക്ക് ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന്, കോൺഗ്രസ് നേതാവായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് അവർ ആരോപിക്കുന്നത് പോലുള്ള പ്രശ്നം ഉണ്ടായി എങ്കിൽ ഒരാളിൽ നിന്നുണ്ടായി എന്നിരിക്കട്ടെ, അതിനുശേഷം തുടർന്ന് പരമ്പരകൾ ഉണ്ടായതിനു ശേഷവും അതിനെക്കുറിച്ച് ഒന്നും പറയാതെ പിന്നീട് അവർ തട്ടിപ്പ് കേസിൽ അകത്തായതിനു ശേഷം ചെറുതായി പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ വിഴുങ്ങിക്കൊണ്ട് എതിർത്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ പോലും വിഡ്ഢികളാക്കുന്ന നിലയിൽ മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ മുഴുവൻ വനിതാ നേതാക്കന്മാർ മാത്രമല്ല, മുഴുവൻ പുരുഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പൊതു സാമൂഹിക രംഗത്തുള്ള മുഴുവൻ പേരെയും നിഷ്പ്രഭരാക്കുന്ന രീതിയിൽ വാക് സാമർത്ഥ്യത്തോടുകൂടി സംസാരിക്കുന്ന അവർക്ക് എന്തുകൊണ്ട് അവർ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല? അവർക്കൊരു ദുര്യോഗം, സാധാരണഗതിയിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് പോലും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ അതിനോട് സഹിക്കാനും പറ്റത്തില്ല, ഒരു കാരണവശാലും അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അതുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ കഴിയുകയില്ല. ഇൻ കേസ് അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ പോലും അതിൽ ഉറച്ചു നിൽക്കണ്ടേ? അതിൽ ഉറച്ചു നിൽക്കാതെ വീണ്ടും പിന്നോട്ട് പോകുകയും സരിതാ നായർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾക്ക്, ഇപ്പൊ പുരുഷന്മാർ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും പറയായിരിക്കും, ഒരു സ്ത്രീ പോലും അവരെ അംഗീകരിച്ച് പറയാൻ കഴിയുമോ? ഒരു അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ അവരോടൊപ്പം അവരെക്കാൾ മുൻപേ അവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുവാൻ എല്ലാ സ്ത്രീകളും തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കും, ഒരാൾക്കെതിരെ കേസ് കൊടുക്കും, പിറ്റേ ദിവസം പിന്നെ ആ കേസിനെ കുറിച്ച് മിണ്ടത്തില്ല, പിന്നെ ആരോപണം തെറ്റാന്ന് പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും, മാറ്റി പറയും, ഗതി തിരിച്ചുവിടും. ഇത്തരത്തിലുള്ള സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും പോകാൻ പാടില്ല. അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലേക്ക്, അവരെ ബിംബവൽക്കരിക്കുന്ന നിലയിലേക്ക്, അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കുന്ന നിലയിലേക്ക്, സിനിമകളിലും അഡ്വർടൈസ്മെന്റുകളിലും ഏറ്റവും വലിയ ആളായി വരത്തക്ക രീതിയിലേക്ക് അവരെ വളർത്തിയെടുത്ത ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ഒരുപാട് പേർക്കുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർ, സ്ത്രീകൾ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ അവരോട് പോയി ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന നിലയിലേക്ക് മാറിയതിന് പിന്നിൽ നമ്മുടെ മണ്ഡലത്തിൽ, കോന്നിയിൽ, അതുപോലെ തൃപ്പൂണിത്തുറയിൽ, അതുപോലെ ഇരിക്കൂർ, ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുക? ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നതിനെതിരെ അദ്ദേഹം വലിയ തോതിൽ ഹൈക്കമാൻഡിൽ സംസാരിക്കുകയും അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്തു. പിന്നെ തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ അതിനെ അംഗീകരിക്കുമെന്ന് അദ്ദേഹം പുറത്തു പറയുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് KPCC പ്രസിഡന്റിന് ഈ നേതാക്കന്മാർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റുക? അങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ടല്ലോ KPCC പ്രസിഡന്റിന് പോകാൻ കഴിയാത്ത മണ്ഡലങ്ങൾ, അവിടെ എങ്ങനെ വോട്ട് ചോദിക്കും കോൺഗ്രസ് പാർട്ടി? അതിനു മുമ്പ് താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ, ശ്രീ ബെന്നി ബെഹനാന് സീറ്റ് നിഷേധിച്ചത് സരിതാ എസ് നായരെ ഫോണിൽ വിളിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന്. അത് സത്യമല്ല. യഥാർത്ഥത്തിൽ ശ്രീ PT തോമസ് എന്ന് പറയുന്ന ഇടുക്കിയിലെ സിറ്റിംഗ് MLA ആയിരുന്ന നേതാവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം അന്ന് അദ്ദേഹത്തോടും ഒപ്പം സീറ്റ് കൊടുക്കാൻ പറ്റാതെ വന്ന, അല്ലെങ്കിൽ സിറ്റിംഗ് MP സ്ഥാനത്ത് കൊടുക്കാൻ കഴിയാതിരുന്ന ശ്രീ KP ധനപാലനെ കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ശ്രീ PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് ശ്രീ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ പേര് ഏത് ഘട്ടത്തിലാണ് വന്നത്? PT തോമസിന്റെ പേര് വന്നത് ഈ മണ്ഡലത്തിൽ, തൃക്കാക്കര മണ്ഡലത്തിൽ തന്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞത് ബെന്നി ബെഹനാനാണ്. എല്ലാ നേതാക്കൾക്കും കൂടി സ്വീകാര്യനായ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. KPCC പ്രസിഡന്റിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെയാണ് PT തോമസിന്റെ പേര് അതിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞത് ബെന്നി ബെഹനാനാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബെന്നി ബെഹനാന്റെ പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. PT തോമസിന്റെ പേര് പിന്നീട് വന്നതാണ്. ആ പേര് VM സുധീരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് അവിടെ ചേർത്തത്. അതിനുള്ള കാരണം ഈ വിഷയത്തിലുള്ള ഇടപെടൽ മാത്രമാണ് എന്നാണ് പൊതുസമൂഹം ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. താങ്കൾ പറയുന്നത് പോലെ ആദ്യം തൊട്ട് PT തോമസിന്റെ പേര് അവിടെ പരിഗണിച്ചിരുന്നില്ല, അത് വസ്തുതയാണ്.
ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏത് ഘട്ടത്തിലും മറ്റൊരു ആളുടെ പേര് എഴുതി ചേർക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീ വിജയകുമാർ പറഞ്ഞ ആ കാര്യങ്ങൾ ആ തരത്തിൽ ബോധ്യപ്പെടുത്താവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ എല്ലാ നേതാക്കന്മാരും തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയും. അത് കോൺഗ്രസിന്റെ സ്ഥാപക കാലഘട്ടത്തിൽ തൊട്ടുള്ള നിലപാടാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസും അതുപോലെ മഹാത്മാഗാന്ധിജിയും തമ്മിൽ പലപ്പോഴും വലിയ ആശയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെഹ്റുജിയും മഹാത്മജിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതത് കാലഘട്ടങ്ങളിലെ നേതാക്കന്മാർ അത്തരത്തിലുള്ള ആശയപരമായ സംവാദങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ആ ആശയ സംവാദങ്ങൾ ഒരു പാർട്ടി അതെല്ലാം സാംശീകരിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. ആദരണീയനായ KPCC അധ്യക്ഷൻ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന UDF മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിലും പ്രചാരണത്തിനായി പോവുക തന്നെ ചെയ്യും. ഏതായാലും അക്കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കോന്നിയിൽ പോകുമോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ പ്രചാരണത്തിന് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ മുഴുവൻ പ്രചാരണത്തിന് പോകും എന്നാണ് അദ്ദേഹം VM സുധീരൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്, ഒരു പ്രതികരണം നടത്തുകയും ചെയ്തത്. ശ്രീ JR പത്മകുമാർ, BJPയുടെ കാര്യത്തിൽ BJP എന്തു തരത്തിലുള്ള ഒരു നീക്കം, ഒരു രാഷ്ട്രീയ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? കാരണം നമ്മൾ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ബംഗാളിൽ കോൺഗ്രസും CPIM-ഉം ചേർന്ന് തൃണമൂൽ കോൺഗ്രസിനെ നേരിടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി, ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി പ്രചണ്ഡമായി ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നുവല്ലോ BJP ശ്രമിച്ചത്. പക്ഷേ ആ പ്രചാരണം എവിടെ എത്തി? മണ്ഡലങ്ങളിലേക്ക് അത് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞോ? തിരുവനന്തപുരം അടക്കം പല സ്ഥലങ്ങളിലും ആദ്യഘട്ടത്തിൽ, ഇപ്പോൾ നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ ശ്രീശാന്തിനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ തുറവൂർ വിശ്വംഭരൻ മതിയെന്ന് പ്രാദേശിക നേതൃത്വം പറഞ്ഞു. RSSന് ചില നിലപാടുകളുണ്ട്, വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ ഭിന്നാഭിപ്രായങ്ങൾ ഇപ്പോഴും തുടരുകയല്ലേ? കോൺഗ്രസിലാണെങ്കിലും CPM LDFിലാണെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ BJPയിലും ഇല്ലേ അത്? അല്ല, ഈ കോൺഗ്രസും CPM-ഉം ബംഗാളിൽ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നതുപോലെ തന്നെ കേരളത്തിൽ മത്സരിക്കുക. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. ഇവർ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ പശ്ചിമബംഗാളിൽ ഇവർ തങ്ങളുണ്ടാക്കിയിട്ടുള്ള സഖ്യം അതുപോലെ തന്നെയാണ് കേരളത്തിലും BJPയെ പരാജയപ്പെടുത്താൻ ഇവർ ഒരുമിക്കും എന്നുള്ള രീതിയിലൊരു പ്രചരണം വരും. അതിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള പ്രചരണം പോകും. അതിലെന്താ തെറ്റ്? വളരെ വ്യക്തമല്ലേ? ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ യാതൊരു മാറ്റവും ഇന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രം ഈ UDF ഗവൺമെൻറ്റിൻ്റെ അഴിമതി നമുക്ക് മറന്നു കളയാൻ കഴിയുമോ? ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിഡ്ഢികളാണെന്നാണ് ധരിക്കുന്നത്. ഈ സോളാർ ഇഷ്യൂ മാത്രമാണോ കേരളത്തിലെ പ്രശ്നം? സോളാർ ഇഷ്യൂ പ്രശ്നം അല്ലാതാക്കാൻ കഴിയുമോ? ഇപ്പോൾ പോട്ടെ, സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, നമ്മളെല്ലാവരും കേട്ടതല്ലേ തമ്പാനൂർ രവി സരിതയായിട്ട് വിളിച്ച് സംസാരിക്കുന്നത്. ഈ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മണലൂർ MLA ആയിരുന്ന മാധവനോട് ആർക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞത്? സരിതയുടെ ഡ്രൈവറുടെ അനുജൻ നേരിട്ട് വിളിക്കുന്ന സമയത്ത് പൈസ കൊടുക്കാൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? UDF ഭരണത്തിൻ്റെ കീഴിലെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. അതുതന്നെയാണ് ഇന്ന് ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ ആദർശവാനാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന നമ്മുടെ സുധീരൻ അധികാര രാഷ്ട്രീയത്തോട് സന്ധി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയം മടക്കി ഒതുക്കി കെട്ടിവച്ചിരിക്കുന്നതാണ് കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. സരിത ഇഷ്യൂ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ബാർ ഇഷ്യൂ എന്താ? ബഡ്ജറ്റ് വിറ്റത് എങ്ങനെയാ? നമ്മുടെ ടൈറ്റാനിയം കേസ് എന്താ? ഭൂമി കൈമാറ്റങ്ങൾ എങ്ങനെയാ? അപ്പൊ ഇതുപോലെ മുഴുവൻ കച്ചവടമല്ലേ ഈ 5 വർഷക്കാലം? ശരിയാണ് ശ്രീ JR പത്മകുമാർ. ഈ വിഷയം, അതായത് വരാനിരിക്കുന്ന ദിവസങ്ങൾ 40ഓളം ദിവസം ഇനിയും കിടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണികൾക്ക് മുന്നിലും ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു നിര, ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പലതവണ ചർച്ച ചെയ്ത് അത് മുന്നോട്ട് പോവുകയും ചെയ്യും. തുടക്കം തന്നെ മുഖ്യമന്ത്രിയും VS അച്യുതാനന്ദനും 2 കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങൾ തന്നെ വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്ത ദിവസമാണ് കടന്നു പോകുന്നത്. ഈ എഡിറ്റേഴ്സ് അവർ ഈ ഘട്ടത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത A സജീവൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ JR പത്മകുമാർ, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, എല്ലാവർക്കും നന്ദി.